പ്രശസ്ത നാടകകൃത്തായിരുന്ന KT മുഹമ്മദ് രചിച്ച താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്നാരംഭിക്കുന്ന ഗാനം ബാല്യകാല സഖി എന്ന സിനിമയിലേതാണ്. നായികയുടെ സൗന്ദര്യം നായകൻ വർണ്ണിച്ചു പാടുന്ന രൂപത്തിലുള്ളതാണ് ഈ ഗാനം. നായികയെ പ്രകൃതിയോട് ഉപമിച്ചുകൊണ്ടാണ് ഗാനം തുടങ്ങുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ഖൽബിലെ നിലാവ് എന്ന പാഠഭാഗമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കാം. താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയില് പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ. താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമസിക്കുന്നോളെ. അപ്പൊ നായകൻ നായികയെ വർണ്ണിച്ചു പാടുന്നത് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്നാണ്. അതായത് താമരപ്പൂക്കൾ ധാരാളമായി വിരിഞ്ഞു നിൽക്കുന്ന ആ പൊയ്കയിൽ അല്ലെങ്കിൽ ആ താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നവളായി കവി തന്റെ നായികയെ കാണുന്നു. പഞ്ചവർണ്ണ പൈങ്കിളിയില് പങ്കുറങ്കുള്ളോളെ, 5 നിറങ്ങളോട് കൂടിയ കിളിയാണ് പഞ്ചവർണ്ണ കിളി. ആ മനോഹരിയായ ആ പഞ്ചവർണ്ണ കിളിയുടെ അഴക് പങ്കുവെക്കുന്നവളാണ് തന്റെ നായിക. പൂനിലാവ് വന്ന് പൂവിതേറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ. മനോഹരമായ പൂനിലാവ് എല്ലായിടത്തും പരക്കുമ്പോൾ നായിക പൂക്കളുടെ റാണിയായി പൂത്തു നിൽക്കുകയാണ്, പൂത്തുല്ലസിക്കുകയാണ്. അതായത് പൂക്കളുടെ സൗന്ദര്യത്തെയും കടന്നു നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയാണ് തന്റെ നായിക എന്ന് ഇവിടെ അർത്ഥം ലഭിക്കുന്നു. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തിരിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. അപ്പൊ നായകന്റെ കാത്തിരിപ്പിന്റെ ആ ഒരു ദൈർഘ്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അത് കാത്തിരുന്ന് എന്ന പ്രയോഗത്തിൽ കാത്തിരിപ്പിന്റെ ആ ഒരു ദൈർഘ്യത്തെയും കൺമണിയെ കാണുവാനുള്ള ആകാംക്ഷ ഇതെല്ലാം ഇവിടെ കാണാം. അപ്പൊ നായകന് ആ നായികയെ കാണാനുള്ള കാത്തിരിപ്പിന്റെ ആ ആകാംക്ഷയെയും ആ സമയ ദൈർഘ്യത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ, തന്റെ നോട്ടം കൊണ്ട് നായകന്റെ ഹൃദയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് പ്രണയിനിയുടെ നോട്ടം നായകന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങളെ സൂക്ഷ്മമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ. അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു, വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്ന്. അതായത് തനിക്കാണ് കൂടുതൽ സൗന്ദര്യമെന്ന് വമ്പ് നടിച്ച് വരുന്ന അമ്പിളിമാമൻ പെൺകുട്ടിയെ കണ്ടതോടുകൂടെ അമ്പരന്ന് നിൽക്കുന്നതായി കവി പറയുന്നു. അതായത് തനിക്കാണ് സൗന്ദര്യം കൂടുതൽ എന്ന് വമ്പ് നടിച്ചു വന്ന അമ്പിളിമാമൻ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട് അമ്പരന്ന് നിന്നു എന്നാണ് കവി പറയുന്നത്. പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ തുടർന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.